വാഴകൃഷി രീതികളെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഫാസിൽ പുൽക്കു ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ, ഈ വാഴകൃഷി നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വാഴകൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്നും കുഴികൾ കുഴിക്കുമ്പോഴാണ്. കുഴികൾ 3 അടി വീതം എല്ലാ വാഴകൾക്കും കുഴികൾ കുഴിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ കുഴികളെല്ലാം താഴ്ന്നതിനാൽ അറ്റങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറപ്പിച്ച് വികസിക്കില്ല. ഈ 2 വാഴകൾ തമ്മിൽ സാധാരണ എത്രയാണ് ശാസ്ത്രീയമായിട്ട് അതിന്റെ അകലം എത്രയാണ്? അകലം എന്ന് പറഞ്ഞ ഒരു വാഴകളുടെ അടി എന്ന് വെച്ചാൽ 7 അടി എന്നാണ് നമ്മളുടെ പ്രധാനമായും അറിയപ്പെടുന്നത്. കൃഷിക്കാർ ചെയ്യുന്നതും അങ്ങനെയാണ്. 7 അടി. ഈ നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ ഈ വാഴ നമ്മള് കുഴി ഉണ്ടാക്കി അതിൽ വെച്ച്, അപ്പൊ ആ ടൈമിൽ നമ്മൾ ഏതെല്ലാം വളമാണ് ഇതിന് ചേർക്കേണ്ടത്? വളങ്ങൾ പറഞ്ഞാൽ പലതരം വളങ്ങളുണ്ട്. അതിൽ കോഴിക്കാട്ടം, മിക്സ്ചർ, അങ്ങനെ 3 തരം രാസവസ്തുക്കൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ. നമ്മൾ അതിൽ ഏറ്റവും നല്ലത് കോഴിക്കാട്ടമാണ്. ഈ അതിനുശേഷം ഈ ഇപ്പൊ നന്നായി നനച്ചു കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞു. ഈ വാഴകൃഷി അതിനുശേഷം നമ്മൾ എപ്പോഴാണ് വളം ഇട്ട് കൊടുക്കേണ്ടത്? വെള്ളം ഇടുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 മാസമെങ്കിലും വാഴക്കുട്ടികൾക്ക് പ്രായം വരുന്നതാണ് നമ്മൾ വളം അറ്റങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വേറെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കീടനാശിനികൾ, പലതരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ വാഴക്ക് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാഴയുടെ ഇല ഒരു തരത്തിലുള്ള ഈ പുഴുക്കൾ തിന്നുന്ന ഈ രോഗത്തിനുള്ള പ്രധാന മരുന്ന് എന്താണ്? ഈ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് മകാളി എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പുഴുക്കൾ, ഒരു തരത്തിലുള്ളൊരു പച്ച പുഴുക്കളാണ് വാഴകളെ നശിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ച് എൻഡോസൾഫാൻ പോലെയുള്ള സാധനങ്ങൾ അടിച്ചാണ് കീടങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഉപയോഗിക്കാൻ